ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ജ്യോതിമർമഠം ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതിയും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. പ്രയാഗ്രാജിലെ മാഘമേളയ്ക്കിടെ ഉണ്ടായ തർക്കം ഇപ്പോൾ ഭരണകക്ഷിയായ BJPക്കുള്ളിലും വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും വിഷയത്തിൽ 3 തട്ടിലായതോടെ ഉത്തർപ്രദേശ് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിവാദങ്ങളുടെ തുടക്കം പ്രയാഗ്രാജിലെ പുണ്യമായ മാഘമേളയ്ക്കിടെയായിരുന്നു. ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദിനെ പുണ്യസ്നാനം നടത്തുന്നതിൽ നിന്ന് ഭരണകൂടം തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് ആധാരം. തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ ശങ്കരാചാര്യരുടെ രഥയാത്ര തടഞ്ഞ പോലീസ് അദ്ദേഹത്തോട് സാധാരണ ഭക്തരെ പോലെ നടന്നുപോയി സ്നാനാനം നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് സന്യാസ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് രംഗത്തെത്തി. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരോട് പോലീസ് കാട്ടിയ ക്രൂരത അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശിഷ്യന്മാരുടെ തലയിലെ കുടുമയിൽ പിടിച്ച വലിയ പോലീസിന്റെ നടപടി മഹാപാപമാണെന്നാണ് പഥക് വിശേഷിപ്പിച്ചത്. ഇതിന്റെ അനന്തരഫലങ്ങൾ ഭരണകൂടം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പോലീസിന് ക്രമസമാധാനം പാലിക്കാൻ ലാത്തി ഉപയോഗിക്കാമായിരുന്നുവെന്നും എന്നാൽ പവിത്രമായ ചിഹ്നമായ കുടുമയിൽ തൊട്ടത് അശാന്തവ്യമായ തെറ്റാണെന്നും ബ്രജേഷ് പഥക് പറഞ്ഞു. സന്യാസിമാരോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന വികാരമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ കുറച്ചുകൂടി മൃദുവായ എന്നാൽ ഗൗരവകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ശങ്കരാചാര്യരുമായുള്ള പ്രശ്നം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ താൻ നേരിട്ട് ഇടപെട്ട ഈ തർക്കം പരിഹരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്യാസിമാരെ പിണക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് മൗര്യയുടെ പ്രതികരണത്തിന് പിന്നിൽ. എന്നാൽ ഉപമുഖ്യമന്ത്രിമാരുടെ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. എങ്ങനെയാണ് ഒരാൾക്ക് സ്വയം ശങ്കരാചാര്യൻ എന്ന് വിളിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചു. ഉത്തർപ്രദേശിലെ വിദ്വത് പരിഷത്തിന് മുൻനിർത്തിയായിരുന്നു യോഗിയുടെ ചോദ്യം. ശങ്കരാചാര്യ പദവി സംബന്ധിച്ച തർക്കങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി വിരൽ ചൂണ്ടിയത്. സംസ്ഥാനത്തെ എല്ലാവർക്കും സ്വയം മുഖ്യമന്ത്രിയെന്നോ മന്ത്രിയെന്നോ വിളിക്കാൻ കഴിയില്ലെന്നും കൃത്യമായ ഒരു സംവിധാനമുണ്ടെന്നും അത് എല്ലാവരും ബഹുമാനിക്കണമെന്നും യോഗി ആദിത്യനാഥ് ഓർമ്മിപ്പിച്ചു. ആത്മീയ പദവികൾ അലങ്കരിക്കുന്നവർ പോലും ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയരാകണമെന്ന കർക്കശമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ശങ്കരാചാര്യരുടെ പേരെടുത്ത് പറയാതെ രാമായണത്തിലെ വേഷപ്രച്ഛന്നനായ അസുരൻ കാലനേമിയോട് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ ഉപമിച്ചത് തർക്കം രൂക്ഷമാക്കി. സന്യാസി വേഷധാരിയായി വന്ന് വഞ്ചിക്കുന്നവരാണ് ഇവരെന്ന അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇത് സന്യാസി സമൂഹത്തിനിടയിൽ വലിയ ഭിന്നതയുണ്ടാക്കി. മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് അതേ നാണയത്തിൽ തന്നെ സ്വാമി അവിമുക്തേശ്വരാനന്ദ മറുപടി നൽകി. മുഖ്യമന്ത്രി മതം സന്യാസിമാർക്ക് വിട്ടുകൊടുക്കണമെന്നതും പകരം സംസ്ഥാനത്തെ വിദ്യാഭ്യാസം, ആരോഗ്യം, പുരോഗതി എന്നിവയെക്കുറിച്ച് സംസാരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണം നടത്തുന്നവർ ആത്മീയ കാര്യങ്ങളിൽ കൈകടത്തുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ രാഷ്ട്രീയ ആത്മീയ പോര് ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. അയോധ്യയിലെ GST കമ്മീഷൻ പ്രശാന്ത് കുമാർ സിംഗ് തന്റെ സ്ഥാനം രാജിവെച്ചത് ഇതിന്റെ ഭാഗമായാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. സന്യാസിമാരും ഭരണകൂടവും തമ്മിലുള്ള പോരിൽ മനം നൊന്താണ് ഈ തീരുമാനമെന്ന് പറയപ്പെടുന്നു. ശങ്കരാചാര്യ പദവി സംബന്ധിച്ച തർക്കത്തിൽ കാശി വിദ്വത് പരിഷത്ത് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. യോഗി ആദിത്യനാഥ് വിദ്വത് പരിഷത്തിനെ അനുകൂലിക്കുമ്പോൾ സ്വാമി അവിമുക്തേശ്വരാനന്ദിന്റെ നിയമനം അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഇപ്പോഴും സജീവമാണ്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും പരസ്യമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് BJP കേന്ദ്ര നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഈ തർക്കം കാരണമാകുമോ എന്നതാണ് പാർട്ടിയുടെ ഭയം. യോഗി സർക്കാരിനുള്ളിലെ ഭിന്നത പ്രതിപക്ഷം സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുത്വത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ സന്യാസിമാരെ അപമാനിക്കുന്നുവെന്നാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആരോപിക്കുന്നത്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. അന്നു മുതൽ തന്നെ അദ്ദേഹവും BJP നേതൃത്വവും തമ്മിൽ ശീതയുദ്ധം നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കത്തിന് പിന്നിൽ ജാതീയമായ ഘടകങ്ങൾ ഉണ്ടോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പരിശോധിക്കുന്നുണ്ട്. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ ബ്രജേഷ് പഥക് ശങ്കരാചാര്യരെ പിന്തുണയ്ക്കുന്നത് ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണെന്ന് കരുതപ്പെടുന്നു.